ഇതാണോ ചെട്ടിനാട് സിമന്റ് ഫാക്ടറി? ചെട്ടിനാട് സിമന്റ് ഫാക്ടറി അല്ല, ചെട്ടിയാരുടെ പാഴ്സൽ ഡിപ്പോ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഭയങ്കര ഭക്തനാണ് ചെട്ടിയാർ. ഭക്തിയിലെ ചെട്ടിയാര് വീഴൂ, ചെട്ടിയാര് വീണാലേ നിനക്ക് ജോലി കിട്ടൂ. ജോലിയായി. 5, 6 എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ്. നിങ്ങളെയല്ല. ഹലോ, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. തന്നോടല്ല ഇവനോട്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതല്ലേ, എങ്ങനെ ഓർക്കാനാ? ഈ മുടന്ത് ജന്മനാ ഉള്ളതാണോ അതോ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് ആരെങ്കിലും സമ്മാനിച്ചതാണോ? അല്ല, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. ഡിഫക്റ്റ് ഒക്കെ ഞാൻ ശരിയാക്കി തരാം. താൻ ഫ്രോഡ് നളിലാക്ഷൻ. ഇത് ബിസിനസ് മാഗ്നറ്റ് ഭാസ്കരപിള്ള. താൻ ഇയാളെ കുട്ടി സ്കൂളിൽ അഡ്മിഷൻ വേണ്ടി വന്നിട്ടില്ലേ? വന്നിരിക്കും. പക്ഷെ താൻ ഉദ്ദേശിക്കുന്ന കോടീശ്വരനായ ഭാസ്കർ പിള്ള എവിടെ? നക്കാപ്പിച്ച കയ്യിലില്ലാത്ത മൊണ്ടി വെങ്കയ്യൻ എവിടെ? സ്റ്റോപ്പ് ഇറ്റ്. എന്നെ പൊട്ടനാക്കേണ്ട കാര്യമില്ല കേട്ടോ. നേരത്തെ പൊട്ടനായിരുന്നോ? മതി, കോമഡിയൊക്കെ തന്നെ വീട്ടിൽ മതി. എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. സത്യം പറ, ഇതിലേതാണ് തന്റെ ഒറിജിനൽ വേഷം? ബിസിനസ് മാഗ്നറ്റ് ഭാസ്കരപിള്ളയോ അതോ ഈ മൊണ്ടി പാക്കരനോ? തനിക്ക് എന്താണ് ചുമ്മാ ഇപ്പൊ വേണ്ട, ഞാനാണ് ആ ഭാസ്കര പിള്ള. അങ്ങനെ വാ. പക്ഷെ ഞാനല്ല ആ ഭാസ്കര പിള്ള. മൈ ഡൗട്ട് ഈസ് കറക്റ്റ്. ഇപ്പൊ മുടന്തൂല്ല. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. തങ്കവരൂ, മുതലാളി ഇറുക്കാൻ മുതലാളി എന്താ ഞണ്ടാണോ? ഭാഷ தெரியாது, மன்னிச்சிடுங்க. முதலாளி கொஞ்சம் பார்க்கணும். ஐயா மெயின் ஆபீஸ்ல இருக்காங்க. ഞണ്ട്. 34. പള്ളിവേലായുധോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാകന മകരി തിങ്കളോ இந்த பக்த சிரோமணி முதலாளி, இவன் தான் நான் நேத்து சொன்ன பாஸ்கர் பிள்ளை, எக்ஸ்பர்ட் டிரைவர். முருக பக்தன் அல்லவா? முருகன் அல்லாம எனக்கு முறுக்கி பிடிக்கிறதுக்கு வேற யாருமே இல்ல சாமி. உண்மை உண்மை. என்னுடைய அப்பா சுப்பு செட்டியாரும் பெரிய முருக பக்தன் தான். தற்சமயம் திருப்பதியில் இருக்கான். இவனோட அப்பா பூபதி அலோபதி வைத்தியராக்கும். பெரிய வைத்தியநாத சாமியோட பக்தர். அம்மா சிவகாமி பெரிய சிவபக்தர். ரெண்டு பேரும் சன்னியாசம் சுயரிச்சு இப்போ யமலோகம் போத்தாச்சு. பத்தியா பத்தியா, சேர வேண்டிய இடத்திலேயே முருகன் கொண்டு போய் சேர்த்தாச்சு பாரு. ഭാസ്കരൻ ഇപ്പോ പഴനിമലയിൽ ഇരുന്ന് വരുന്ന വരവാ. 1001 ശയന പ്രദർശനം വയ്ക്കാനാണ് പോയത്. 1000 തികച്ചു. മിച്ചം ഒന്ന് ഇവിടുത്തെ ശമ്പളം കിട്ടിയിട്ട് വേണം അത് തയ്ക്കാൻ. ആ ദിവസം എനിക്ക് ലീവ് തന്നേ പറ്റൂ. ഡ്രൈവിംഗിൽ 10 വർഷത്തെ പരിചയവും മോട്ടോർ മെക്കാനിസത്തിലെ എക്സ്പീരിയൻസും. എക്സ്പീരിയൻസ് ഏതും ഇങ്ങ தேவையில்லை. முருக பக்தன் தானே, அதுதான் நம்பர் 1 குவாலிஃபிகேஷன். யூ ஆர் அப்பாயிண்டட். அலவன்ஸ், சம்பளம், கிம்பளம், இலவன்ஸ் எல்லாமே கிடைக்கும். ஆனால் எந்த பார்சலையும் திருடக்கூடாது. திருட மாட்டேங்கிறது எனக்கு தெரியும். நீ முருக பக்தன் தானே, நாளைக்கே வந்து டியூட்டியில ஜாயின் பண்ணப்பா. முருகா, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പയ്യന്റെ ഡാഡിക്ക് ഡ്രൈവർ പണി ചെയ്യേണ്ട കാര്യം എന്താ? நில்லப்பா, நானும் ஒரு முருக பக்தன். 4 லயன் பக்தி பாடல் பாடிட்டு போயே. அதோ போராண்டி பழனியில் அருமுகம் தாண்டி அவன் என்ன செய்வேண்டி, அவன் என்ன செய்வேண்டி. இങ്ങനെ ചെട്ടിയാർ അവിടെ നാടട്ടെ നമുക്ക്. ഹരഹരോ ഹരഹര. ഹലോ 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 ഹലോ. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി എന്താ എഴുന്നേറ്റത്? കുഞ്ഞുണ്ണിയുടെ കൂടെ ഇത്തിരി നേരം ഇരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇരിക്കു കുഞ്ഞുണ്ണി, ഇവിടെ ഒരു ഫോർമാലിറ്റിയും വേണ്ട. കുറെ ദിവസമായി കുഞ്ഞുണ്ണിയെ ഞാൻ ശ്രദ്ധിക്കുന്നു. ആരോടും മിണ്ടുന്നില്ല, മിങ്കിൾ ചെയ്യുന്നില്ല. കുഞ്ഞുണ്ണിക്ക് എന്തു പറ്റി? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. കുഞ്ഞുണ്ണിയുടെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പറ, ലണ്ടനിൽ പഠിച്ചു വളർന്നിട്ടും കുഞ്ഞുണ്ണി എന്താ ഇംഗ്ലീഷ് പറയാത്തെ? എനിക്ക് മലയാളം ഇഷ്ടം. എനിക്കും അതെ. പഠിച്ചതും വളർന്നതും ഒക്കെ മറുനാട്ടിലാണെങ്കിലും
നാടും നമ്മുടെ ഭാഷയുമൊക്കെ എനിക്കിഷ്ടം. അമ്പലം, ആൽത്തറ, നെൽപ്പാടങ്ങൾ. പക്ഷെ ഇവിടെ നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞുണ്ണിയുടെ മമ്മിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എനിക്ക് അമ്മയില്ല. ഐ എം സോറി കുഞ്ഞുണ്ണി. എബിമോനെ കുഞ്ഞുണ്ണി, ദേ കറിയാച്ചൻ സായിപ്പ്. എബിമോനെ സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഡാഡി കോളിംഗ്. എബി ഡാഡി കോളിംഗ് മസ്കറ്റ്. സ്പീക്ക് മോനെ സ്പീക്ക് സ്പീക്ക്. Hello, Dad. Oh, study's just going on. No. $1,000 more, Daddy. Yeah. When daddy comes, brings cost to Kariyachan. Don't disturb you, ugly fellow. Oh, Dad. Ugly fellow നിന്റെ തെലുങ്ക് തന്ത. ടീച്ചറും സ്റ്റുഡന്റും എപ്പോഴും ഒരുമിച്ചാണല്ലോ, ഒരേ തൂവൽ പക്ഷികൾ. ഇത്രയും ദിവസത്തിനുള്ളിൽ എങ്ങനെ ഇത്രയും അടുപ്പത്തിലായത്? അതൊക്കെ ഒരു പൊരുത്തമല്ലേ കറിയാച്ച? പൊരുത്തം. പക്ഷേ എനിക്ക് എന്തൊക്കെയോ മണക്കണുണ്ട് ടീച്ചറെ. ഈ പയ്യന്റെ ഒരു ഇരിപ്പും ആ തന്തയുടെ ഒരു നടപ്പും. കറിയാച്ച പ്ലീസ്, പല തവണയായി താൻ. ഇതാണ് പ്രശ്നം. സംസാരിക്കാൻ പോലും ഈ കറിയാച്ചൻ ആരും സമ്മതിക്കില്ല. വരട്ടെ, ഒരു ദിവസം ഈ കറിയാച്ചൻ ഒരു കലക്കും. വരട്ടെ മോനെ, നിന്റെ സൗത്ത് ആഫ്രിക്കൻ ഡാഡിയോട് എന്റെ അന്വേഷണം പറഞ്ഞേരെ. സൗത്ത് ആഫ്രിക്കൻ ലുക്കുള്ള ഡാഡിക്ക് എങ്ങനെ അമേരിക്കൻ ലുക്കുള്ള ചെറുക്കനുണ്ടായി? വല്ലവരുടെ ആയിരിക്കും. സാരമില്ലേ കുഞ്ഞുണ്ണി, കറിയാച്ചൻ ഈ സ്കൂളിൽ ഒരു വെളിച്ചപ്പാടാ. ഇതുപോലെ ഒരുപാട് വെളിച്ചപ്പാടുകളെ പ്രീതിപ്പെടുത്തിയാലേ കുഞ്ഞുണ്ണിക്ക് ഇവിടുത്തെ വിദ്യാദേവിയുടെ അനുഗ്രഹം കിട്ടൂ. ആഹാ, കുഞ്ഞുണ്ണിയേ, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയ മോനെന്താ വല്ലാതെ? ஸ்கூல்ல இருந்து வந்ததுக்கு பிறகு அழுந்துட்டே படுத்திருக்கு. கேட்டதுக்கு ஒரு பதில் சொல்லவே இல்லை. പാട്ടി പോങ്ക. போட்டுட்டு തന്നെ. നല്ല ഒന്നാന്തരം പാണ്ടി പരിപ്പോടെയാ. വേണ്ട, എന്റെ മോനിന്ന് പുസ്തകം വായിച്ചില്ലേ? വായിച്ചിട്ടൊന്നും മനസ്സിലാവില്ല അച്ഛാ. ഓ, അത് ഈ പുതിയ പഠിപ്പിന്റെയാ. കുറച്ചു ദിവസം കഴിയുമ്പോ താനെ ശരിയാവും. ഇല്ല അച്ഛാ, ഇത് ശരിയാവൂല. നമുക്ക് നാട്ടിലെ സ്കൂള് മതി. നാട്ടിലേക്ക് തിരിച്ചു പോവാച്ച. മോനെ കുഞ്ഞുണ്ണി, നീ എന്തേ പറയണേ? ഇതിനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്? ഇവിടത്തെ ഏറ്റവും വലിയ സ്കൂളില് അച്ഛൻ മോനെ പഠിക്കാൻ ചേർത്തത്. പോയപ്പോഴല്ലേ അതറിയണ അച്ഛാ. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ബാക്കി എല്ലാരും വലിയ പണക്കാരുടെ മക്കളാ. അവർക്കൊക്കെ എന്ത് പത്രാസാ. അതുകൊണ്ട് എന്റെ മോൻ കരഞ്ഞത്. ഒരു മോന്റെ പത്രാസും എന്റെ മോൻ കാണണ്ട. അവരെക്കാളും എന്റെ മോൻ എന്തോ ഒരു കുറവുള്ളത്. മണി പോലത്തെ ഇംഗ്ലീഷ് പറഞ്ഞ് അവരെക്കാളും ഗമേല് നടക്കണം. ഹൈ, നീ ഒന്ന് ശരിക്കും കുഞ്ഞുണ്ണി, എല്ലാം ശരിയാവും. നമുക്ക് ഇവിടെ അടിച്ച് പൊളിച്ച് വിലസാടാ മോനെ. വണ്ടി മാറ്റടാ. മാറ്റാൻ ബുദ്ധിമുട്ടാ അല്ലേ? എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. എന്റെ മോനെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുക. അറിയാം. ഓടാ, വണ്ടി എടുക്കടാ, നമുക്ക് പോവാം. എന്താടോ നമ്പീശ, രണ്ടുപേർക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ? തമാശകളാ ആനന്ദ്. സീത കാറിലുണ്ടോ? സീത കാറിലില്ല, പകരം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റാ? ഒറ്റ മിനിറ്റ്. മോൻ വാ ഊട്ടാ വാ. എന്താ മോൻ പേടിച്ചു പോയാ? അങ്കിളെന്നെ കിഡ്നാപ്പ് ചെയ്താണോ? അയ്യേ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ അങ്കിള് ചുമ്മാ ഒരു കള്ളം പറഞ്ഞല്ലേ. എന്താ മോന്റെ പേര്? കുഞ്ഞുണ്ണി. എനിക്ക് എന്റെ വീട്ടിൽ പോണം. അങ്കിള് തന്നെ മോനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചു. വേണ്ട. റെഡ് ആൻഡ് വൈറ്റ്. മോന് സ്കൂളിൽ ഒരു സീത ടീച്ചറിനെ അറിയോ? സീത മിസ്സോ? എന്റെ ക്ലാസ് ടീച്ചറാ. ആഹാ, ഇത് നേരത്തെ പറയണ്ടേ. വാ. ആരാ ഇത്?
ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ് കുഞ്ഞുണ്ണി. മോനെ, ഇത് നമ്പീഷൻ അങ്കിൾ, അങ്കിളുടെ PA. ഇത് മനോഹരൻ, അങ്കിളുടെ കുക്ക്. ആനന്ദ്, എന്താ ഇതൊക്കെ? എടോ ഓഞ്ഞ നമ്പീശ, ആനയെ വാങ്ങാൻ പോയിട്ട് തോട്ടി വാങ്ങി പോകുന്ന ഒരു പാപ്പാന്റെ കഥ കേട്ടോ താൻ? ഉം? എങ്ങനെ കേക്ക് ഓടോ? അങ്ങനെ ഒരു കഥയില്ല. ആ മോനെ, എന്താ നോക്കണേ? ഇതങ്ങളുടെ സ്വന്തം വീടാ? ഇത് അങ്കിളുടെ സ്വന്തം വീടാ. അപ്പൊ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളൊക്കെ? പുറത്ത് പാർക്ക് ചെയ്ത കാറുകളെല്ലാം അങ്കിളുടെ കാറുകളാണ്. ആ, കുഞ്ഞുണ്ണി അകത്തിരിക്കെ അങ്കിൾ പോയി ഡ്രസ് മാറ്റിട്ട്. മനോഹര വരുന്നു. മോന് കുടിക്കാൻ താച്ച കൊടുക്ക. സാർ, ഞാൻ അതിൽ ഇടപെടില്ല. അത് നീ തന്നെ വേണ്ട പോലെ ചെയ്താൽ മതി. എന്തായാലും ഇക്കാര്യം ബോസ് അറിയണ്ട. ഏയ്, ഞാനിനി പോകാൻ പറ്റില്ല. ഓക്കെ, എന്താ നോക്കുന്ന? ഞാൻ അങ്കിളുടെ പേര് വെക്കാൻ മറന്നു. അങ്കിളിന്റെ പേര് ആനന്ദ്. അങ്കിളിന് എന്താ ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞാല് എല്ലാത്തരം ബിസിനസ്സും. ആനന്ദ്, ആ, മുംബൈന്ന് ബോസാ. ബോസോ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാം. बॉस, आनंद इधर नहीं है जी, मुझे मालूम नहीं. हाँ जी, हाँ बोलूंगा. ആ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? ബിസിനസ്. ഏയ്, ലീവ് ഇറ്റ്. അതുപോലെ ഈ സീതാമിസ് ആളെങ്ങനെയാ? ടീച്ചർ അടിപൊളിയാ, ബ്യൂട്ടിഫുൾ. നീ ആള് കൊള്ളാവലോടാ, കള്ള തിരുമാലി. കഴിക്കും. അങ്കിളിനെ തിരിച്ചോണ്ട് വിടില്ലേ? പിന്നെ സീതാമിസിന്റെ സ്റ്റുഡന്റ് ആയ നിന്നെ ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിക്കോടാ ഉണ്ടക്കണ്ണ. കാര്യം നൈസ് ബോയ്. ഇവിടെ മതി അങ്കിൾ. ഇവിടെയാണോ? ആഹാ, അപ്പൊ ഇവിടെയാണോ മോന്റെ വീട്? ഏയ്, കുറച്ചും കൂടെ പോണം. എങ്ങോട്ട്? ഗോ സ്ട്രേറ്റ്, ടേൺ റൈറ്റ്, ദെൻ സെക്കൻഡ് ഹൗസ്. പിന്നെന്താ ഇവിടെ നിർത്താൻ പറഞ്ഞ? ഞാൻ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യൂലേ? വേണ്ട അങ്കിൾ, റോഡ് ചീത്തയാ. പുതിയ കാറല്ലേ അങ്കിൾ, വെറുതെ കേടാക്കണ്ട. ഞാൻ നടന്നോളാം. Then it's okay. See you, man. Bye-bye. See you, bye. Tata. അച്ഛാ. ആ, വന്നല്ലോ. ഞാൻ ആ കവലയിൽ കാത്തിരുന്ന് എന്റെ കാല് കഴിച്ചു. ഇന്നെന്താ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നോ? പിന്നെ എവിടെയായിരുന്നു ഇത്ര നേരം? Today I saved an uncle. Then he invited me to his house and gave me a treat. I didn't know it was so late. Okay? Okay. അല്ല, എന്താ പറഞ്ഞേ? ഒരു മുടിഞ്ഞ ഇംഗ്ലീഷ്. അല്ല, എന്നാലും എന്റെ കുഞ്ഞുണ്ണി എന്ത് ഇംഗ്ലീഷ് കാച്ചിയ? എടാ കുഞ്ഞുണ്ണിയെ, നീ എന്റെ മോൻ തന്നെ. ഷിറ്റ്. അച്ഛാ, അച്ഛാ, അച്ഛാ. എന്താടാ? അച്ഛൻ എന്താ പാന്റ് ഇടാത്ത? ഉറക്കത്തില് അച്ഛൻ പാന്റ് ഇടാറില്ല. അച്ഛാ. എന്താടാ? അച്ഛൻ എന്താ സിഗരറ്റ് വലിക്കാത്തെ? ഉറക്കത്തിൽ അച്ഛൻ സിഗരറ്റ് വലിക്കാറില്ല, കൂർക്കം വലിക്കാറുള്ളൂ. അച്ഛാ, നമ്മൾ എന്നാ അച്ഛാ ഒരു TV വാങ്ങിക്കുക? TV ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുമ്പോ? ഈ അച്ഛൻ ഒരു സൈക്കിൾ എന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? മിണ്ടായിരുന്നോ? ഉള്ള ലോറി വെച്ച് പണ്ടാവാടിച്ച് എങ്ങോട്ട് വന്ന് അപ്പോഴാ നിനക്ക് സൈക്കിള്? നിനക്ക് 6 കീറിന് ഞമ മേടിച്ചേടാ. അല്ലെങ്കിൽ ഞാൻ 3 ബക്കറ്റ് ഡീസൽ അടിച്ചോളൂ. നീ എന്തിനാ കറിയണത്? നോക്കേ,
ഇപ്പൊ തന്നെ നിന്നെ ഇങ്ങനെ പഠിപ്പിക്കാൻ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടണമെന്ന് നിനക്കറിയാമോ? ഇനി മോൻ പഠിച്ച് വലിയ നിലയിലായിട്ട് വേണം ഇതൊക്കെ വാങ്ങിക്കാൻ. നേരത്തെ തന്നെ അച്ഛൻ എത്രമാത്രം സന്തോഷിച്ചറിയാമോ? മോന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് അച്ഛൻ ഞെട്ടിപ്പോയി. അതുപോലെ നല്ല സ്റ്റൈലായിട്ട് അച്ഛനെ ഡാഡിന്നൊന്ന് വിളിച്ചായി. അച്ഛനെ കണ്ട ഡാഡിന്ന് വിളിക്കാൻ തോന്നണ്ടേ? അച്ഛ, ഒരു ഡാഡി എന്നൊക്കെ വെച്ചാൽ കാണാൻ ഹാൻസം ആയിരിക്കണം, വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, കാർ വേണം, വലിയ വീട് വേണം, പിന്നെ മതി മതി, ഈ ജന്മത്തിലൊന്നും അച്ഛനെ കൊണ്ട് ഇതിന് പറ്റില്ല. അത്ര വലിയ തമ്പ്രാനായിട്ട് നടക്കാൻ അച്ഛന് വിട്ട് ആശുവില്ല. എന്നാ എനിക്ക് ആശയുണ്ട് അച്ഛ. ഇവിടെ ഇങ്ങനെ അച്ഛൻ മാത്രമേ ഉള്ളൂ. വേണ്ടാത്ത ഓരെന്ന് പറഞ്ഞ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കില്ല പൊന്നു. മോൻ കിടന്നുറങ്ങ്. സീത, ഒരു മിനിറ്റ്. ഞാൻ Come on, Sophia. Hey, Sita. ഗുഡ് മോർണിംഗ് സാർ. ആ, morning. നല്ല മപ്പ് കാശായിരിക്കും. ഹായ് അങ്കിൾ. ഹായ് സ്മാർട്ടി. ആർ യു അഗൈൻ? യാ, അങ്കിൾ ആരെ കാണാനാ വന്നത്? മോനെ കാണാൻ. റിയലി? യാ, റിയലി. ഓക്കേ, ഐ വിൽ ഗിവ് യു എ സ്മോൾ പ്രസന്റ്. ദാ, നൈസ്. താങ്ക് യു ചക്കരെ. കുഞ്ചുണ്ണി. ഹായ് അഭിരാമി. ഐ ആം കമ്മിങ്. പോട്ടെ അങ്കിൾ. Okay, See you. bye-bye. Bye. Nice flower. It's a present. കുഞ്ചുണ്ണിയുടെ ഡാഡിയാ? Your daddy is very young, but my daddy is very old. Salil had a lorry. It was bright green. One day, he drove the lorry through a quiet town. The lorry was an open one, with 20 sacks of potatoes on it. Kunyuni, stand up. What's that? Rose. From where did you get it? That uncle gave me. Uncle, what a convenient word. Who is it to present a rose to you? You are getting into bad practices nowadays, Kunyuni. Don't repeat it.